നമുക്കും ചരിത്രം താല്പര്യമുള്ളതാണ്, നമ്മളും ഇത് വായിക്കുന്നതാണ്. ആ മനുഷ്യൻ ജൂഹു ബീച്ചിൽ കപ്പലണ്ടി വിറ്റതിനല്ല പുള്ളിയെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തത്, ബ്രിട്ടനെതിരെ പോരാടിയതിനാണ്. അത് ഡേഞ്ചറസ് പ്രിസണറാണെന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നു. പുറത്ത് വിട്ട് കഴിഞ്ഞാൽ, അതായത് ഈ മാപ്പപേക്ഷ തന്ത്രമാണെന്നും പുറത്ത് വിട്ടാൽ പുള്ളി വീണ്ടും പ്രശ്നം ഉണ്ടാക്കുമെന്നും അവർക്കറിയാമായിരുന്നു. ആ ഒരു ബോധ്യം ഒരു ഇന്ത്യക്കാരനുണ്ടാവണ്ടേ? ഞാൻ പറഞ്ഞത് അത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? കാരണം ഇത് ഇവർക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല അവർ ചെയ്തിരുന്നത്, അല്ലേ? നമ്മുടെ രാജ്യത്തിന് അന്നുണ്ടായിരുന്ന നമ്മുടെ അച്ഛനപ്പൂപ്പന്മാർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു താങ്ക്ലെസ് ആയിട്ടുള്ളൊരു ജനറേഷനായിട്ട് മാറരുത് എന്നുള്ളൊരു കാര്യമുണ്ട്. വിളിക്കാൻ എളുപ്പമാണ്, ഒരാൾ ഷൂ നക്കിയാണ്, ചെരുപ്പ് നക്കിയാണ് എന്നൊക്കെ വിളിക്കാൻ എളുപ്പമാണ്. പക്ഷേ അയാൾ എന്താ ചെയ്തിരുന്നത് എന്നുള്ളൊരു കാര്യത്തിനെ പറ്റി അറിയണം. അതിന് ഇത്തിരി പഠിക്കണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇന്നത്തെ ആൾക്കാർക്കെന്ന് തോന്നുന്നു. കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചില പേരുകൾ മിണ്ടുമ്പോൾ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല. സവർക്കർ അങ്ങനെയാണ്, PM ശ്രീ എന്ന് പറഞ്ഞാൽ അത് കാവ്യവൽക്കരണമാണ് എന്നങ്ങ് സ്ഥാപിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്തൊരു നടി ഒരു കാവി നിറമുള്ള വസ്ത്രം ധരിച്ചു വന്നപ്പോൾ ഒരു ഓൺലൈൻ മീഡിയ പ്രവർത്തകൻ കുത്തി ചോദിക്കുകയാണ്, എന്തുകൊണ്ട് കാവി, എന്തുകൊണ്ട് ഈ വസ്ത്രം? അപ്പം നടി പറയുന്നുണ്ട്, ഇത് എനിക്കിഷ്ടപ്പെട്ട നിറമാണ്, ഈ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണെന്നൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ മാധ്യമപ്രവർത്തകന് ആവശ്യമുള്ള ഉത്തരം അവർ നൽകുന്നില്ല. കാവ്യായതുകൊണ്ടാണ് ഈ പ്രശ്നം. അല്ല, നോക്ക്, ഇതിൽ സത്യം പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് വിശദീകരണത്തിന് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് ചോദ്യം ചോദിക്കുന്നത് അവൻ്റെ വിവരക്കേട്. പക്ഷേ നമ്മൾ എന്തിനാണ് ഇത് എൻ്റെ ഇഷ്ടമുള്ള നിറമാണ് എന്നൊക്കെ പറഞ്ഞ്, എൻ്റെ ഇഷ്ടമുള്ള നിറമല്ല, എൻ്റെ ചോയ്സ്, എൻ്റെ ഇഷ്ടമുള്ള നിറം എന്നുള്ള സബ് ചോയ്സിലേക്കൊന്നും നമ്മൾ പോകണ്ട. എനിക്കിഷ്ടമുള്ള വസ്ത്രം ഞാൻ ധരിക്കണോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ചോയ്സ്, നീ ആരടാ എന്നാണ് ചോദിക്കേണ്ടത്, അല്ലേ? നമ്മളിങ്ങനെ എന്തിനാണ് വിശദീകരിക്കേണ്ടി വരുന്നത്? ആ വിശദീകരിക്കേണ്ടി വരുന്നത് പോലും ആ ചോദ്യത്തിൻ്റെ മുന എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. ഞാൻ പറയുന്നത്, ഈ പണ്ട് ഒരു മുസ്ലിം ലീഗിൻ്റെ ആരോ ഒരാൾ ഞാനുമായിട്ടുള്ള ഒരു ചർച്ചയിലിരുന്നു. അപ്പോൾ ചർച്ചയിലിരുന്നപ്പോൾ ഞാൻ ധരിച്ചിരുന്ന ഒരു കുർത്തയുണ്ട്, അതിനൊരു ഓറഞ്ച് നിറമുള്ള കുർത്തയാണ്. അന്ന് ഈ പുള്ളി അത് വെച്ചിട്ടുള്ള എന്തോ ഒരു സാധനം പുള്ളി പറഞ്ഞു, നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നോക്കിയാൽ അറിയാം നിങ്ങളുടെ രാഷ്ട്രീയം എന്ന രീതിയിൽ. ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. അതൊന്ന് കണ്ടു നോക്കണം. അതിന് പച്ച നിറം മാത്രമല്ല, അത് താഴെയാണ് ഉള്ളത്. മുകളിലേക്ക് പോകുമ്പോൾ വേറെ 2 നിറം കൂടെ, 2-3 നിറം കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിറം ഇതാണ് എന്ന് പറഞ്ഞു. പിന്നെ മിണ്ടിയില്ല. അല്ല, ഇതിനേക്കാൾ നല്ല മറുപടി ആ നേതാവ് അർഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഉള്ള വിശദീകരണം മതി. അതല്ലാതെ വേറെ വിശദീകരണത്തിനൊന്നും പോകണ്ട. ഇതൊരു നിറമല്ലേ, ഇത് ബാൻ ചെയ്ത നിറമാണോ? ഇതാരെങ്കിലും ബാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് കൽക്കട്ടയിൽ പോയി കഴിഞ്ഞാൽ അറിയാം, ഇപ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മമതാ ബാനർജി അവിടെ ഭരിക്കുന്ന സമയത്ത് നമ്മൾ കൽക്കട്ടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ നീലയും വെള്ളയും നിറം മാത്രമാണ് അവരുടെ പാർട്ടി കളേഴ്സ് എല്ലായിടത്തും. പ്രത്യേകിച്ച് നമ്മൾ ബ്രിഡ്ജസിലൊക്കെ പോകുമ്പോൾ പല പാലങ്ങളിൽ ഈ രാത്രിയിൽ കത്തുന്ന ലൈറ്റുകളുണ്ട്. ആ ലൈറ്റുകൾക്ക് ഈ 2 നിറമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിസിബിളായിട്ടുള്ള സ്ഥലത്തെല്ലാം നമ്മുടെ നിറം. ഇപ്പോൾ ഞാനവിടെ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ഈ ബ്രിഡ്ജുകൾ ഇപ്പോൾ ദൂരേന്ന് നമുക്ക് കാണാം, ഈ 2 കളർ മാത്രമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് കണക്ട് ചെയ്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ആൾക്കാരോട്, ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, ഇതെന്താ ഈ കളർ? അത് മമതാ ദീദിയുടെ കളറാണ്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഓ യെസ്, ഇവരുടെ കളറാണ്, അങ്ങനെ വെക്കുക. ഞാൻ പറഞ്ഞത് ആ രീതിയിലത്തേക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഒരാളൊരു വസ്ത്രം ഇടുന്ന സമയത്ത് ഈ നിറം ഇനി പാടില്ല എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തില്ല? അപ്പോൾ സന്യാസിമാർ മുഴുവൻ BJP ആണോ ഈ നാട്ടിലെ? സന്യാസിമാർ മുഴുവൻ